വേനലിന്റെ തുടക്കത്തിൽ തന്നെ ഇടുക്കിയിൽ ഇലച്ചെടികൾ കരിഞ്ഞുടങ്ങുന്നു. ഇതോടെ ചെടികൾക്ക് പച്ചവില വിരിച്ച് കർഷകർ തണലൊരുക്കി തുടങ്ങി. മുൻവർഷങ്ങളിൽ കൊടുംവരൾച്ച ഏൽപ്പിച്ച കൃഷിനാശവും അതിൽ തുടർന്നുണ്ടായ വൻ സാമ്പത്തിക നഷ്ടവും ഇത്തവണ ഉണ്ടാകാതിരിക്കാൻ നേരത്തെ പ്രതിരോധമൊരുക്കുകയാണ് കർഷകർ. വേനലിന്റെ തുടക്കത്തിൽ തന്നെ ഇടുക്കിയിൽ ഏലച്ചെടികൾ കരിഞ്ഞു ഉണങ്ങുകയാണ്. ഇതോടെ കർഷകർ ഏലച്ചെടികൾക്ക് തണലൊരുക്കി തുടങ്ങി. മുൻവർഷങ്ങളിലെ കൊടും വരൾച്ചയിൽ വൻ കൃഷിനാശമാണ് ഉണ്ടായത്. മരത്തണൽ കുറവുള്ള പ്രദേശങ്ങളിലാണ് ചെടികളിൽ നേരിട്ട് വെയിൽ ഏൽക്കാതിരിക്കാൻ പച്ചവല പന്തൽ പോലെ വലിച്ചുകെട്ടി സംരക്ഷണം ഒരുക്കുന്നത്. മുൻവർഷങ്ങളിലേതുപോലെ ഇത്തവണയും ഹൈറേഞ്ചിലെ ചെറുകിട വൻകിട തോട്ടങ്ങളിലെല്ലാം തണലൊരുക്കൽ പുരോഗമിക്കുന്നു. ഒരു പതിറ്റാണ്ടായി കർഷകർ ഏലച്ചെടികൾക്ക് ഇത്തരത്തിൽ കൃത്രിമ തണൽ ഒരുക്കുന്നുണ്ട്. ചൂട് നല്ല രീതിയിൽ തന്നെ ചൂട് ബാധിക്കുന്നുണ്ട്. കാരണം ഷെയ്ഡ് ഇവിടെ കുറവുള്ള സ്ഥലങ്ങളിൽ നമ്മൾ നെറ്റ് കെട്ടി തന്നെയാണ് സംരക്ഷിക്കുന്നത്. കാരണം ഈ മുൻവർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം വേനൽ കടുക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെയൊക്കെ ഒരു മുന്നറിയിപ്പ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃഷിക്കാരെല്ലാം തന്നെ വേണ്ടത്ര ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് ഗ്രീൻ നെറ്റ് കെട്ടി ചെടിയെ സംരക്ഷിച്ച് നടത്തി വരുന്നു. ഒരേക്കർ സ്ഥലത്ത് പച്ചവല ഉപയോഗിച്ച് തണലൊരുക്കുവാൻ 1 മുതൽ 1.5 ലക്ഷം രൂപ വരെ ചെലവാകും. 10 അടി വീതിയും 50 മീറ്റർ നീളവുമുള്ള ഒരു റോൾ നെറ്റിന് 3000 രൂപയിലധികം വിലയുണ്ട്. 40 മുതൽ 70% വരെ സുതാര്യതയുള്ള നെറ്റുകളും ലഭ്യമാണ്. മരങ്ങൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ നെറ്റ് വലിച്ചു കെട്ടുവാൻ പൈപ്പോ മരത്തിന്റെ തൂണോ സ്ഥാപിക്കണം. കൂടാതെ കയർ, കമ്പി, തൊഴിലാളികളുടെ കൂലി തുടങ്ങിയ തണലൊരുക്കലിന് മുതൽ മുടക്ക് ഏറെയാണ്. നിജിൽ കെ മാത്യു, ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.